വിശ്വകർമ്മ ഐക്യവേദി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സംസ്ഥാനതല അവകാശ സംരക്ഷണ യാത്ര ജനുവരി 29 കാഞ്ഞങ്ങാട് അജാനൂരിലെ വിശ്വകർമ്മ ക്ഷേത്രത്തിൽ നിന്നും പ്രയാണം തുടങ്ങും. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് വിശ്വകർമ്മ സംഘടനകളുടെ കൂട്ടായ്മയായ വിശ്വകർമ്മ ഐക്യവേദി അവകാശ സംരക്ഷണ ജാഥ സംഘടിപ്പിക്കുന്നത്. ജനുവരി 29 മുതൽ ഫെബ്രുവരി 4 വരെയുള്ള ദിവസങ്ങളിലാണ് സംസ്ഥാനതല ജാഥ. 29 രാവിലെ 8 മണിക്ക് കാഞ്ഞങ്ങാട് അജാനൂർ പുതിയ കണ്ടത്തെ പരശിവ വിശ്വകർമ്മ ക്ഷേത്രത്തിൽ വെച്ച് ക്ഷേത്രം പുരോഹിതൻ ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ ബി രാധാകൃഷ്ണന് പതാക കൈമാറും. തുടർന്ന് ക്ഷേത്രം പ്രസിഡന്റ് എ പുരുഷോത്തമൻ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ചടങ്ങിൽ ഗണേശൻ മാവുങ്കാൽ മുഖ്യപ്രഭാഷണം നടത്തും. ഫെബ്രുവരി 4 തിരുവനന്തപുരത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേരുന്ന ജാഥ ഇവിടെ നിന്നും കാൽനടയായി കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിലേക്ക് പ്രയാണം നടത്തും. വൈകിട്ട് 4 മണിക്കായിരിക്കും സമാപന പൊതുയോഗം. കേരളത്തെ സംബന്ധിച്ച് ഈഴവ നായർ വിഭാഗങ്ങൾ കഴിഞ്ഞാൽ എണ്ണം കൊണ്ട് ഏറ്റവും കൂടുതലുള്ളത് വിശ്വകർമ്മരാണ്. ഒരു 35 ലക്ഷം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 35-നും 40 ലക്ഷം ആൾക്കാരുണ്ടാവും. ഏകദേശം നമ്മുടെ കേരള ജനസംഖ്യയുടെ 10-11% ആൾക്കാർ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ജനവിഭാഗമാണ് വിശ്വകർമ്മ. കേരളത്തിലുടനീളം വ്യാപിച്ചു കിടക്കുകയാണ്. നമ്മളിപ്പോൾ മറ്റ് പല കമ്മ്യൂണിറ്റിയും പോലെ ഒരു പ്രത്യേക ഭാഗത്താണെങ്കിൽ അവർക്ക് അവരൊരു പോക്കറ്റായിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ആൾക്കാരെയൊക്കെ വിജയിപ്പിച്ചൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. പ്രത്യേകമായ പണികൾ ചെയ്യുന്നവരായതുകൊണ്ട്, കാരണം നിങ്ങൾക്കറിയാം, ആശാരി, മൂശാരി, കൊല്ലൻ, തട്ടാൻ, കരുവാൻ ഇങ്ങനെയൊക്കെ പറയുന്ന 4-5 വിഭാഗങ്ങളായതുകൊണ്ട് കേരളം ഉടനീളം പല സ്ഥലങ്ങളിലായിട്ട് അങ്ങനെ പണ്ട് കാലം വരെ താമസം തുടങ്ങി. അങ്ങനെ കഴിഞ്ഞു വരുന്ന വിഭാഗമാണ് വിശ്വകർമ്മ എന്ന് പറയുന്നത്. ബുധനാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ വാർത്താസമ്മേളനം നടത്തിയാണ് സംഘടനാ സാരഥികൾ ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.